പത്തരമാറ്റിലാണെങ്കിൽ നമുക്ക് കാണാനായിട്ട് സാധിക്കുന്നത് വേറെ ഒന്നുമല്ല കേട്ടോ. അതായത് നമ്മുടെ ജാനകിയെ രക്ഷിക്കുന്ന നന്ദുവിനെ കാണാൻ സാധിക്കുന്നുണ്ട്. എങ്ങനെയാണെന്ന് വിചാരിച്ചാൽ ആദർശും നയനയും അനന്തപുരിയിലേക്ക് വന്ന് എത്തുന്നുണ്ട്. ഇതേ സമയം അവിടെ വലിയൊരു ഭൂകമ്പം തന്നെ ഉണ്ടാകുന്നുണ്ട് എന്ന് കാണാം. അനിയെ MD സ്ഥാനത്ത് നിന്ന് മാറ്റാനായിട്ട് സാധ്യമല്ല എന്ന് ജാനകി പറയുമ്പോൾ മുത്തശ്ശൻ പറയുന്നുണ്ട് തൻ്റെ തീരുമാനമാണ് അന്തിമം, തൻ്റെ കമ്പനിയാണ് എന്ന് പറയുമ്പോൾ എങ്കിൽ ഞാനിവിടെ നിന്ന് തീർച്ചയായും ഇറങ്ങിപ്പോകുമെന്ന് ജാനകി പറയാനായിട്ടിടയാകുമ്പോൾ പോവേണ്ടവർക്കൊക്കെ പോകാം, ഞാൻ ആരെയും തടയില്ല എന്ന് പറയുന്നു. അപ്പോൾ ജയനാണെങ്കിൽ പറയുന്നുണ്ട് എൻ്റെ ജാനകി എനിക്ക് ഇതിൻ്റെ ആവശ്യമില്ല, പിന്നെ നീ എന്തിനാ ഇത് ഏറ്റുപിടിക്കുന്നത് എന്ന് ചോദിക്കുന്നു. ഒടുവിൽ ജാനകി പോകേണ്ട ആവശ്യമൊന്നുമില്ല, ആദർശൻ MD ആവട്ടെ എന്നുള്ള തീരുമാനത്തിലേക്ക് എത്തുന്നൊരു കാഴ്ച കാണാനായിട്ട് കഴിയുന്നു. ഇതേ സമയം നമ്മുടെ അവന്തികയുടെ പദ്ധതി ആകെ ചീറ്റിപ്പോയിരിക്കുകയാണല്ലോ. അവന്തികയ്ക്കാണെങ്കിൽ ഇനി അനിയെ കല്യാണം കഴിക്കാനായിട്ട് വലിയ ആഗ്രഹമൊന്നുമില്ല. കാരണം MDയും അല്ല, ഒന്നുമല്ല, സ്വത്തുമില്ല. അതുകൊണ്ട് തന്നെ അനിയെ വിവാഹം കഴിച്ചാൽ ശരിയാവില്ല എന്ന് തിരിച്ചറിയുന്ന അവന്തികയാണെങ്കിൽ പതിയെ അതിൽ നിന്ന് ഊരാനായിട്ട് ശ്രമിക്കുന്നു. ഇവിടെ നാഗേന്ദ്രനാണെങ്കിൽ അടിയിൽ മേലടിയായിട്ട് AN ജ്വല്ലറിയുടെ നാശം ഇങ്ങനെ സംഭവിച്ചു കൊണ്ടിരിക്കുകയാണ്. അതുകൊണ്ട് തന്നെ ആരെയെങ്കിലും ഇല്ലാതാക്കണം, ആരോടെങ്കിലും എന്തെങ്കിലും ചെയ്ത് അനന്തപുരിക്കാരോട് പ്രതികാരം ചെയ്യണം എന്ന് ചിന്തിച്ചിരിക്കെയാണ് നമ്മുടെ നാഗേന്ദ്രന് എന്ത് കിട്ടുന്നത്, ജാനകിയെ ഒന്ന് ഇല്ലാതാക്കാൻ ശ്രമിച്ചാലോ എന്നുള്ള ഒരു ഐഡിയ കിട്ടുന്നത്. ഒരാളുടെ ജീവൻ എടുത്തു കഴിഞ്ഞാൽ അനന്തപുരി തറവാട്ടിൽ സങ്കടം വരുത്താനായിട്ട് കഴിയുമെന്ന് നാഗേന്ദ്രൻ വിചാരിക്കുന്നുണ്ട്. പക്ഷേ നാഗേന്ദ്രൻ്റെ ചിന്തകളെ കടത്തി വെട്ടുന്നുണ്ട് നമ്മുടെ നന്ദു. അങ്ങനെ നാഗേന്ദ്രൻ ഗുണ്ടകളെ അയച്ച് നമ്മുടെ ജാനകിയെ തട്ടിക്കൊണ്ടു പോകാനായിട്ട് ശ്രമിക്കുമ്പോൾ കൃത്യസമയം നന്ദു അവിടേക്ക് എത്തുന്നൊരു കാഴ്ച. ആ ഗുണ്ടകളെയെല്ലാം തല്ലി തരിപ്പണമാക്കിക്കൊണ്ട് നന്ദു നമ്മുടെ അനിയുടെ അമ്മയായ ജാനകിയെ രക്ഷിക്കുന്നു. ശേഷം ജീപ്പിൽ കയറ്റി അനന്തപുരിയിൽ കൊണ്ട് വിടുന്നൊരു കാഴ്ച കാണാനായിട്ട് സാധിക്കുന്നു. ഇതേ സമയമാണെങ്കിൽ നമ്മുടെ മുത്തശ്ശനും എല്ലാവരും ജാനകിയോട് ചോദിക്കുമ്പോൾ നമ്മുടെ ജാനകി പറയുന്നുണ്ട് നടന്നതും രക്ഷിച്ചതുമായ കഥകൾ. ഇതോടെ നമ്മുടെ ജാനകിക്ക് നന്ദുവിനോടുള്ള വെറുപ്പ് കുറയുന്നൊരു കാഴ്ച കാണാനായിട്ട് സാധിക്കും പ്രേക്ഷകരെ, പ്രിയ കൂട്ടുകാരെ. അപ്പോൾ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്.